ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ന്യൂ ബോൺസ് ഉള്ള കുഞ്ഞുങ്ങളുടെ വീട്ടിൽ അമ്മമാർക്കൊരു കൺസേൺ ആണ്, ഒരു ടെൻഷനാണ്. എന്താ, കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കൂടുന്നില്ല. കാരണം അവർ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറോളം ഇരുന്ന് പാല് കൊടുക്കുന്നുണ്ട്, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഇല്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഒരു 3-4 കാര്യങ്ങൾ ഇതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാണ് ലാച്ച് പൊസിഷൻ, അതായത് അമ്മയും കുഞ്ഞുമായിട്ട് ഇരുന്ന് പാല് കൊടുക്കുന്ന പൊസിഷൻ. അത് കറക്റ്റാണോ, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. അത് നിങ്ങൾ ഒരു ലാക്ടേഷൻ കൗൺസിലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ പോയി നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ അമ്മയും കുഞ്ഞുമായിട്ടിരുന്ന് പാല് കൊടുക്കുന്ന പൊസിഷൻ കൃത്യമായിട്ടാണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുക. 2, നമ്മൾ ഈ 1 മണിക്കൂറോളം ഇരുന്ന് കൊടുക്കുന്നതിലല്ല അല്ലേ, കുഞ്ഞുങ്ങൾ ചിലപ്പം അത് നിപ്പിൾ സക്കിങ് ആയിരിക്കും ചെയ്യുന്നത്. നിപ്പിൾ സക്കിങ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഒന്ന്, കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് പാല് കിട്ടുന്നില്ല. 2, അമ്മയുടെ നിപ്പിൾ ക്രാക്ക്, അതായത് നിപ്പിൾ പൊട്ടി അത് ക്രാക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പെയിൻഫുള്ളും ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നിപ്പിൾ സക്കിങ് ആണോ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. 3, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും അല്ലേ, ന്യൂ ബോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അതിന് ഞാനൊരു ടിപ്പ് മുന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബേബി മസാജാണ്. ആക്ച്വലി ബ്ലഡ് സർക്കുലേഷൻ കൂടാനാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആ ബേബി മസാജ് ചെയ്ത് കൊടുക്കുന്നത്. എങ്കിലും പാല് കുടിക്കുമ്പോൾ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ നമുക്ക് ആ മസാജ് ചെയ്ത് കൊടുത്താൽ കുഞ്ഞുങ്ങൾ ഉണരാനുള്ള ചാൻസസ് ഉണ്ട്, പാല് നല്ല രീതിയിൽ കുടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. മാത്രമല്ല, പാല് കൊടുക്കുമ്പോൾ നിപ്പിൾ കൊടുക്കാതെ ഏരിയോള് കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിൽ പോകുന്ന രീതിയിൽ വേണം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും. മാത്രമല്ല, ചിലവർ ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ്, അടുത്ത സൈഡിൽ നിന്ന് വീണ്ടും ഒരു 10 മിനിറ്റ്സ്, അങ്ങനെ മാറി മാറി കൊടുക്കും. അത് ശരിയാണോ? അതൊരിക്കലും ശരിയല്ല. നമ്മൾക്ക് അറിയാം, നമ്മുടെ ബ്രസ്റ്റിൽ നിന്നും 2 രീതിയിലുള്ള മിൽക്കാണ് വരുന്നത്, ഫോർ മിൽക്കും ഹൈ മിൽക്കും. അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഫോർ മിൽക്കാണ്. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോകുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ബ്രസ്റ്റ് മാറ്റി അപ്പുറത്തെ ബ്രസ്റ്റിൽ കൊടുക്കുന്നതും. അപ്പോൾ ഈ 2 സൈഡിൽ നിന്ന് കുടിക്കുന്നത് എന്താണ്? ഫോർ മിൽക്കാണ്. ഈ ഒരു ഫോർ മിൽക്കിൽ കുഞ്ഞിന് ആവശ്യമായിട്ട് യാതൊരു സംഭവങ്ങളും ഇല്ല, അത് വാട്ടറി ആയിട്ടുള്ള ഒരു മിൽക്കാണ്. അത് കുഞ്ഞ് യൂറിൻ പാസ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അത് പോവും. പക്ഷേ നമ്മൾ ഹൈ മിൽക്കാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. അതിനൊരു ടിപ്പ്, നിങ്ങൾ ആദ്യം 1-2 മിനിറ്റ് ഫോർ മിൽക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കുക, എക്സ്പ്രസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതിനുശേഷം ഹൈ മിൽക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കുക. ഈ ഉറങ്ങിപ്പോകുന്ന കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈ മിൽക്ക് ആ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ കുറേയേറെ സക്ക് ചെയ്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും കാൽഷ്യം എല്ലാം ആ മിൽക്കിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്നും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങളുടെ ടെൻഷനൊക്കെ മാറും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.